ഋതിക മാഡം. ഹലോ, രാജു ഇപ്പൊ എവിടെയാ? ഞാനിവിടെ പുറത്താണ് മാഡം. പറഞ്ഞോ. രാജു, ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താ മാഡം? വേഗം പറയേ. ഞാനും വല്യമ്മയും ജയൻ ചേട്ടനും പ്രിയച്ചിയും കൂടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി. അവര് വിളിച്ചോണ്ട് പോയതായിരിക്കും അല്ലേ? അല്ല, അങ്ങനെയല്ല. മനസ്സിലായി, കാര്യം പറയേ. ഫുഡ് കഴിച്ച് ബില്ല് പേ ചെയ്യാനായിട്ട് ഒരുങ്ങിയപ്പോ അതെന്ത് പറ്റിയതാ മാഡം? എനിക്കറിയില്ല രാജു. എന്റെ 2 അക്കൗണ്ടുകളിലായിട്ട് ഒത്തിരി ക്യാഷ് കിടപ്പുണ്ട്. പക്ഷെ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. രാജു, ഞാൻ നാണം കെട്ടുപോയി. ഓക്കെ മാഡം, വിഷമിക്കാതെ. ഞാനിപ്പോ അങ്ങോട്ട് വരാം. ശരി രാജു. ശരി മാഡം. ഓടാനുള്ള തയ്യാറെടുപ്പിൽ വേണം ചെല്ലാൻ. കാരണം കിണ്ണത്തിച്ചാടിയ 2 എണ്ണോ ഇതിനകത്തുള്ളത്. തട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. രുക്മിണിയേ, മോളെ, രുക്മിണി, രുക്മിണി മോളെ, മോളെ രുക്മിണി. ആരാ? ഞാനാ, കൊച്ചമ്മിണി. പലരാലും തെറ്റിദ്ധരിക്കപ്പെട്ട കൊച്ചമ്മിണി. ആ, നിങ്ങളായിരുന്നോ? കൂതറത്തോളെ, പുറത്തിറങ്ങ. അയ്യോ അയ്യോ രുക്മിണി, ചീത്ത വിളിക്കാതെ, ഞാനൊന്ന് പറയട്ടെ. മറുകണ്ടം ചാടി അവളോടൊപ്പം കൂടിയവളാ നിങ്ങള്. പുറത്തിറങ്ങ, ഇറങ്ങ അങ്ങോട്ടെ. അയ്യോ മോളെ, പോസ്റ്റ്മോർട്ടം ചെയ്ത ശവത്തെ കുത്തല്ലേ. എന്തിനും ഏതിനും ഒരു മറുകൃതിയില്ലേ. ഞാനൊന്ന് കുമ്പസരിക്കട്ടെ. കുമ്പസരിക്കാനേ ഇത് പള്ളിമേടയല്ല. ഞാൻ പള്ളിയിലെ അച്ഛനും അല്ല. മോളെ, ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മധ്യസ്ഥനോട് പറയുന്നതിന് കുമ്പസാരം ഒന്നല്ലേ പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാനുള്ളൊരു ക്ഷമ കാണിക്കേ. എന്നിട്ട് എന്നെ അടിച്ച് വെളിയിലാക്കിക്കോ. എനിക്കൊന്നും കേൾക്കണ്ട. കേക്കണം മോളെ. ഇടിവെട്ടിയവനെ പട്ടി കടിച്ച കഥയാണ് ഞാൻ ഇനി പറയാൻ പോണത്. ഇടിവെട്ടിയവനെ പട്ടിയല്ല, പാമ്പല്ലേ കടിച്ചത്. അല്ല, എല്ലാ സ്ഥലത്തും പാമ്പ് ഉണ്ടാവണമെന്നില്ലല്ലോ. ആ, അത് ശരിയാ. നിങ്ങൾ പറയ്. രാജു രമ്യ കെട്ടിയേക്കുമെന്ന് തന്നെയാണ് ഞാനും കരുതിയത്. പക്ഷെ നടന്നില്ല. നിങ്ങളുടെ കല്യാണ വെള്ളം മുങ്ങിയപ്പം ഞാൻ വേറൊരു വെള്ളത്തിൽ ചാടി കയറി എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ എനിക്കിപ്പൊ പശ്ചാത്താപമുണ്ട്. അവളും അവനും കൂടെ നിങ്ങൾ അവിടെ നിന്ന് അടിച്ച് വെളിയിലാക്കി കാണും. അതായിരിക്കും സേവ പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. അയ്യോ അയ്യോ അയ്യോ. അകലേ നോവിനാലേ